7ാം തരം മുതൽ എഞ്ചിനീയറിംഗ് വരെ പഠിക്കുന്ന ചലനപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് വീൽചെയർ സമ്മാനിച്ചത്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകി സമൂഹവും ഒപ്പമുണ്ടെന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറുകയായിരുന്നു ശുഭയാത്ര പദ്ധതി. 1.2 ലക്ഷം രൂപ ചെലവ് വരുന്ന മോട്ടോറൈസ്ഡ് വീൽചെയറുകളാണ് സൗജന്യമായി നൽകിയത്. കളക്ട്രേറ്റ് അങ്കണത്തിലെ ശുഭയാത്ര ഉദ്ഘാടന വേദിയിൽ സമ്മാനമായി ലഭിച്ച പുതിയ യന്ത്രക്കസേരയിൽ ഇരിക്കാനായ കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷത്തിൻ്റെ വേലിയേറ്റമായിരുന്നു. മറ്റേ വീൽചെയർ നോർമൽ വീൽചെയർ എങ്ങനെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്? അച്ഛനെ എടുത്തിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ബൈക്ക് ഉണ്ട്, അതിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് കിട്ടിയോണ്ട് ബൈക്ക് സ്വന്തം പോവുക വരാം. സന്തോഷമായി. വീട്ടിൽ വീൽചെയറൊന്നും ഇല്ലായിരുന്നു, ആദ്യമായിട്ട് കിട്ടുന്നതാണ്. സ്കൂൾക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവശത അനുഭവിക്കുന്നവർക്ക് പഠന സഹായത്തിനും ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിനുമായാണ് ശുഭയാത്ര പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അർഹരായ ഭിന്നശേഷിക്കാരിൽ നിന്നും ലഭ്യമായ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് ശുപാർശ പ്രകാരമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. ചലനശേഷിയില്ലാത്ത കുട്ടികൾക്കായി പദ്ധതി ഇനിയും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നംഷാദ് മരക്കാർ ശുഭയാത്ര യന്ത്രക്കസേരയുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അപ്പോൾ പല സ്കൂളുകളിലും നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വീൽചെയറിൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ കൈ ഉപയോഗിച്ച് അവർ തന്നെ ചക്രം തിരിച്ചു വരേണ്ട വീൽചെയറുകളാണ് അധികം ഉപയോഗിക്കുന്നത്. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഇലക്ട്രോണിക് ജോയ്സ്റ്റിക്കുള്ള വീൽചെയർ കൊടുക്കാൻ തീരുമാനിക്കുകയും ജില്ലയിലെ 7ാം ക്ലാസ് മുതൽ പഠനം നടത്തുന്ന എഞ്ചിനീയറിംഗ് വരെ പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആദ്യം വിഭാവനം ചെയ്തത്. അതിൽ 25 കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 50 ലക്ഷം രൂപ വകയിരുത്തി. പക്ഷേ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന കുട്ടികൾ എന്ന രീതിയിൽ 14 പേരെ കണ്ടെത്തി. അവർക്ക് നമ്മൾ വീൽചെയർ കൊടുത്തു. ഇനി അടുത്ത ഒരു വർഷം നമ്മളിപ്പോൾ കുട്ടികൾ എന്നുള്ളത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജനറലായ എല്ലാ ആളുകൾക്കും ഇത് കൊടുക്കുക എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്നമായിരിക്കുന്നത്. അതിന്റെ തുടക്കം ഈ വർഷം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. ഗുണഭോക്താക്കളുടെ രക്ഷകർത്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മധുര വിതരണവും നടത്തി. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.